നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അയ്യോ, പ്രിയൻ ഇവിടെ എത്തിയിട്ടില്ല. ഹോസ്റ്റലില് പാർവതി എത്തിയിട്ടില്ല. അയ്യോ, എനിക്കെന്തോ പേടിയാവുന്നു. വലിയൊരു ആപത്തിന്ന് അവനിപ്പോ രക്ഷപ്പെട്ടു വന്നതേ ഉള്ളൂ. വീണ്ടും അതുപോലെ എന്തെങ്കിലും. ഈശ്വര, എന്റെ മോന്. അമ്മേ, അമ്മ ഒന്ന് ടെൻഷൻ എടുക്കാതിരിക്കേ. പ്രിയനൊന്നും സംഭവിക്കില്ല. നല്ല കരുത്തനവൻ. അത്ര പെട്ടെന്നൊന്നും ആർക്കും വീഴ്ത്താൻ കഴിയില്ല. ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എടുക്കുന്നില്ല സർ. അവനെന്തോ സംഭവിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ട് വരുമെന്ന് മാത്രമേ അവൻ എന്നോട് പറഞ്ഞുള്ളൂ. പോകുന്നത് പാർവതിയുടെ കൂടെയാണ് എന്നോട് പറഞ്ഞില്ല. നല്ല സന്തോഷത്തിലാ അവൻ എന്നോട് ഫോണിൽ സംസാരിച്ചത്. അതിനുശേഷം എന്റെ മോൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. ഫ്രണ്ട്സിന്റെ കൂടെ ഏതെങ്കിലും ഫംഗ്ഷനോ മറ്റോ പോയിട്ടുണ്ടാവോ? അമ്മ വഴക്കു പറയുന്ന പേടിച്ച് ഫോൺ എടുക്കാത്താണെങ്കിലോ? പ്രിയൻ അനിയത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അമ്മ അവളോടൊന്ന് ചോദിച്ചു നോക്കോ? ദർശന ഇവിടെ ഇല്ല. അവള് ട്യൂഷന് പോയിരിക്കുക. ഫോൺ ഇവിടെ വെച്ചിട്ടാ അവള് ട്യൂഷന് പോകുന്നത്. ഇത് അവളുടെ ഫോണാ. ഇതില് അവന്റെ കോളൊന്നും വന്നിട്ടില്ല. അവനിപ്പോ മോശ സമയ. 4 ചുറ്റും ശത്രുക്കളാണെന്നാ ബാലൻ പണിക്കര് പറഞ്ഞത്. അവനെന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഓരോന്ന് ആലോചിച്ചു കൂട്ടി മനസ്സ് വിഷമിപ്പിക്കണ്ട. മോഹൻ ചിലപ്പോ അവന്റെ കൂടെ ഉണ്ടാവും. ഞാൻ മോഹനെ ഒന്ന് വിളിച്ചു നോക്കാം. മോഹനും ഫോൺ എടുക്കുന്നില്ല. പാർവതി അവന്റെ കൂടെ ഉള്ളപ്പോഴാ കുറെ ഗുണ്ടകൾ വന്ന് അവനെ കൊല്ലാൻ നോക്കിയത്. വീണ്ടും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന എന്റെ പേടി. ഇനി എന്റെ മോൻ എന്തെങ്കിലും ആപത്ത് പറ്റിയ ഉള്ളു പൊട്ടി ഞാൻ ചത്തുപോകും. ഈ കാര്യം ഇപ്പൊ തന്നെ നമുക്ക് പോലീസിൽ അറിയണം. നേരിട്ട് പോയി പറഞ്ഞാലേ പോലീസ് ഗൗരവമായിട്ട് എടുക്കുള്ളൂ. സാർ ഒന്ന് വരണം. മാഡം, പോലീസിൽ അറിയിക്കാൻ മാത്രം ഒന്നുമില്ലമ്മേ. ഞാൻ പറഞ്ഞ പോലെ അമ്മ വഴക്ക് പറയുന്ന പേടിച്ചിട്ടാവും പ്രിയം ഫോൺ എടുക്കാത്ത. അവനിങ്ങ് വന്നോളൂ. ഇല്ല, എനിക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കും. എന്റെ മോൻ എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് അവൻ ഫോൺ എടുക്കാത്തത്. നമുക്ക് പോലീസിൽ അറിയിക്കണം സാർ. കൈലാഷ്, പോലീസിൽ അറിയിക്കുന്നത് തന്നെയാ നല്ലത്. മാഡം, കൂടുതലൊന്നും ആലോചിക്കാനില്ല കൈലാഷ്. പാറുവിനും പ്രിയനും എന്താ സംഭവിച്ചിരിക്കുന്നെന്ന് നമുക്കറിയില്ലല്ലോ. എത്രയും വേഗം പോലീസിൽ പരാതി കൊടുക്കണം. വാ. പറയും മുക്ത. കൈലാഷ്, എന്റെ ഹോസ്റ്റലിൽ വന്നിരുന്നോ? വന്നിരുന്നു. ഇപ്പൊ എവിടെയാ? തിരിച്ചു പോയോ? ഇല്ല, പാർവതി അന്വേഷിച്ച് നടക്കുക. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ. പോലീസ് സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കണോ? ഞാൻ എവിടെ എത്താം? അല്ല, നീ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്? ഞാനും മാഡവും പ്രിയന്റെ അമ്മയ്ക്കും ഉണ്ട്. ഞങ്ങളെ പൊക്കോളാം. നന്ദൻ ഇഷ്യൂല് എനിക്കൊരു മനസ്സറിവോ ഇല്ലെന്ന കാര്യം അറിഞ്ഞിട്ട് പോലും എല്ലാവരും എന്നെയല്ലേ കുറ്റക്കാരിയാക്കിയത്. കമ്പനിയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിയല്ലേ പാർവതി മിസ്സിംഗ് ആയത്. അതിനും ഞാൻ സമാധാനം പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് ഞാനും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കേ, കം. ഹലോ അരവിന്ദ്. കൈലാഷ്, മുക്തി ഇപ്പം എന്നെ വിളിച്ചിരുന്നു. പാർവതിയെ കാണാനില്ല എന്ന് അവൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പാർവതിയെ മാത്രമല്ല, പ്രിയനെയും കാണാനില്ല.